ഹലോ, എല്ലാവർക്കും നമസ്കാരം. മധുരമിട്ട യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ വീടിനെ പരിചയപ്പെടുത്തുന്ന പുതിയ മോഡൽ വീടിൽ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് ഇന്നിട്ടിരിക്കുന്നത്. നമ്മളിന്ന് നിൽക്കുന്നത് കയറങ്കോടാണ്. കയറങ്കോട് ആൻ്റണി ചേട്ടൻ്റെയും ജാൻസി ചേച്ചിയുടെയും വീട്ടിലാണ്. പുതിയ വീടാണ്, കഴിഞ്ഞ ദിവസം ഇനാഗ്രേഷൻ ചെയ്തേ ഉള്ളൂ. ഇതുണ്ട് പുതിയ മോഡൽ ഗേറ്റാണ് ഇത്. തള്ളി നിൽക്കുന്ന ടൈപ്പ് ഗേറ്റാണ്. അതേപോലെ വീടിൻ്റെ ചുറ്റുമതിലൊക്കെ പണിത 20 സെൻറ്റിൽ പണിത ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. എന്തായാലും ഗേറ്റ് ഓപ്പൺ ചെയ്യാണ്. ഹായ് ഫ്രണ്ട്സ്, ഇത് ഞങ്ങളുടെ പുതിയ വീടാണ്. ഞങ്ങളുടെ വീട്ടുപേരാണ് കളരിക്ക എന്നാണ് ഞങ്ങളുടെ വീട്ടുപേര്. ഇത് പപ്പ KM ആൻ്റണി ഡിസൈനറാണ്. ഇത് അമ്മ ജാൻസി ആൻ്റണി ഡിസൈനറാണ്. ഞങ്ങൾക്ക് കളരിക്കോട് എൻ്റെ ഷോപ്പുള്ളത്. ഇതെൻ്റെ അനിയത്തി അനു MSc ഫാഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ജിൻഡു ഇപ്പോൾ MBA കഴിഞ്ഞു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അനിയനുണ്ട്, അവനിപ്പോൾ ഇവിടെ ഇല്ല, അവൻ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു. നമുക്കത് വീട്ടിലേക്ക് പോവാം. ഈ ഗേറ്റ് കളരിക്കോട് ചെയ്താണ് ക്വാളിറ്റി എഞ്ചിനീയറിങ്. വളരെ സ്മൂത്തായിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു കരണ്ടുകൊണ്ട് തുറക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് ഉള്ളത്. പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊരു എന്താ പറയുക, ഒരു ആർട്ടിടെക്ട് ഒരു എഞ്ചിനീയറിങ്ങിൻ്റെ ഡിസൈൻ അല്ല കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ എന്താണ് ആർട്ടിടെക്റ്റും എഞ്ചിനീയർ എന്നൊക്കെ പറയുന്നത് പപ്പ തന്നെയാണ് ഇതിൻ്റെ മെയിൻ ആൾ. ഞങ്ങളിങ്ങനെ കുറച്ച് ഞങ്ങൾ സജഷൻസ് ഒക്കെ പറഞ്ഞിട്ട് കുറച്ചൊക്കെ മോഡിഫൈ ചെയ്തെന്നല്ലാണ്ട് പപ്പയാണ് ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് സംഭവങ്ങളും അതൊക്കെ ചെയ്തത് പപ്പയാണ്. പ്രഭാകരൻ എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് ഈ വർക്കൊക്കെ ചെയ്തത്. ചേട്ടൻ നന്നായിട്ട് നല്ല ആത്മാർത്ഥയോട് നല്ലൊരു വർക്ക് ചെയ്യുന്ന ചേട്ടനാണ്, ആർട്ടിസ്റ്റാണ് പുള്ളി. പുള്ളിയായിട്ട് ഇങ്ങോട്ട് പറഞ്ഞ് സജസ്റ്റ് ചെയ്തിട്ട് ചെയ്തൊരു വർക്കാണിത്. അപ്പോൾ എല്ലാവരും ഇതിനൊരു സിൽവർ ഗോൾഡൻ ഫിനിഷിംഗ് ആണ് കൊടുക്കാറ്. പക്ഷെ ഞങ്ങളതൊരു വെറൈറ്റി ആക്കിയിട്ട് ഒരുപാട് ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ട് നിൽക്കുക വേണ്ട എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഇങ്ങനൊരു തീം തന്നെ കൊടുത്തത്. ഇതാണ് ഞങ്ങൾ കളർ തീം കൊടുത്തത്, ഗ്രേയും വൈറ്റും. അപ്പോൾ അത് അങ്ങനത്തെ മ്യൂസായിട്ടാണ് ചെയ്തത്. പിന്നെ നമ്മളിപ്പം പൊതുവെ എല്ലാ വീട്ടിലും നമ്മൾ കാണുന്നത് ടൈലാണല്ലോ, മാർബിൾ അധികം ആരും ഇപ്പോൾ അങ്ങനെ ഇടാറില്ല. ഞങ്ങൾ മാർബിൾ തന്നെ വേണം എന്നുള്ളൊരു ഇഷ്ടത്തിൽ ഞങ്ങൾ മാർബിൾ ചൂസ് ചെയ്തതാണ്. ഈ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ്, മുകളിലത്തെ മാർബിളാണ്. അപ്പം നമ്മൾ കുറച്ചും കൂടി ഒരു നാച്ചുറൽ ഇത് കിട്ടിക്കോട്ടെ എന്ന് വെച്ച് ഞങ്ങൾ മാർബിൾ സജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ മാർബിൾ ചൂസ് ചെയ്തതാണ്. ചെയർ ഞങ്ങൾ ഇതുപോലെ നമ്മുടെ ഇവിടെ ഒലോക്കോടുന്ന മേടിച്ചതാണ് ചെയർ. ഇതും ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ചൂരലിൻ്റെ ഞങ്ങൾ നോക്കിയത്. ഇത് നമ്മുടെ വിൻഡോ ഫുള്ള് ചെയ്തേക്കുന്നത് വുഡിലാണ്, തേക്കാണിത്. നമ്മുടെ ഇവിടെ അടുത്തുള്ളൊരു സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞൊരു ആശാരിയും അവരുടെ ടീമാണ് ഇത് ചെയ്തേക്കുന്നത്. നല്ല വൃത്തിയായിട്ട് നല്ല ഫിനിഷിങ്ങോടുകൂടി ചെയ്തിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നത്. അതുപോലെ തന്നെ ഇത് സ്റ്റീലാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. ഇതൊക്കെ ഒരു വെറൈറ്റിക്ക് സിമ്പിൾ ഡിസൈൻ വെച്ചിട്ടാണ് ഇതിനെ കൊടുത്തത്. പിന്നെ ഇവിടെ ഇത് ഓപ്പൺ ആണ്, ഇത് ഇവിടെയുണ്ട്. ഇങ്ങനെ ജസ്റ്റ് നമുക്കിങ്ങനെ ജസ്റ്റ് ഓപ്പൺ ചെയ്തിടാം. ഒരു 4 പാളി വിൻഡോ ആണ് ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ 2 സൈഡും നമ്മൾ അങ്ങനെ ആ ഒരു സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഡിസൈൻ ചെയ്ത പ്രഭാകരനാണ്, ഇവിടുത്തെ ഒരു ആർട്ടിസ്റ്റാണ്, നല്ല പെയിന്ററാണ്. ഇതാണ് നമ്മുടെ മെയിൻ ഡോറ്. ഇത് ചെയ്തേക്കുന്നതും നമ്മുടെ സുബ്രഹ്മണ്യൻ ആശാരിയുടെ ടീമാണ്. ഇതിങ്ങനെ ഡബിൾ പാളിയായിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഒന്ന് ചെറുതും ഒന്ന് വലുതുമായിട്ടാണ് ചെയ്തേക്കുന്നത്. 2 സെയിം അല്ല അപ്പം അവിടെ ഇതൊക്കെ നമ്മൾ ഡിസൈൻ പറഞ്ഞിട്ട് അവർ ചെയ്ത നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തതെന്നാണ്. ഇനി ഇവിടെ ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളിവിടെ ജസ്റ്റ് കൊടുത്തിട്ട് ഇത് പിടിക്കുന്ന പിടി കൊടുത്തിട്ടില്ല ഹാൻഡിൽ, അത് ചെയ്യും. ഇതിന് മറ്റേ സ്മാർട്ട് ലോക്ക് വെക്കാനുള്ള ഉദ്ദേശമുണ്ട്, അത് വെച്ച് കഴിഞ്ഞിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഹാൻഡിൽ തൽക്കാലം ഒഴിവാക്കിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ TV യൂണിറ്റ്. TV കൊണ്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് വുഡ് തന്നെയാണ്. വുഡിൽ നമ്മൾ തേക്ക് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് റൗണ്ട് ചെയ്യുന്ന ടൈപ്പാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് അപ്പുറത്ത് നമുക്ക് ഫാമിലി ലിവിങ്ങും ആയതുകൊണ്ട് നമുക്ക് ഫാമിലി ഇരുന്നിട്ട് TV കാണണമെങ്കിൽ ഈ TV നമുക്ക് ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇരുന്നിട്ട് TV കാണാൻ പറ്റും. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് ഇവിടെ ഇരുന്ന് TV കാണണമെങ്കിൽ ജസ്റ്റ് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് TV കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റായിട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ ഗ്ലാസ്സാണ് ഫുള്ള് ചെയ്തേക്കുന്നത്. ഇത് ഗ്ലാസ്സിൽ ഇത് ഓപ്പൺ അല്ല, ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഫാമിലി ലിവിങ്ങിൻ്റെ നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാൻ അപ്പുറത്ത് ചെല്ലുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇത് ഇവളുടെ അനുവിൻ്റെ ഫ്രണ്ട് ചെയ്തതാണ് ഈ ഫ്ലവർ. ഇത് ഞാൻ പുറത്തേക്ക് എടുത്താണ്. ഇപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട് ചെയ്തതാണ്. ഈ ഒരു ഫ്ലവർ ഇതൊരു ക്രോച്ചറ്റ് വർക്കാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ആക്ച്വലി കൈകൊണ്ട് വീവ് ചെയ്തെടുത്തിട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. ആക്ച്വലി നല്ലതായിട്ട് ഡീറ്റെയിലിംഗ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി കുറേ ടൈം എടുത്ത് ചെയ്തൊരു
സംഭവമാണ്. പക്ഷേ നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ഫ്ലവർ വേസിന് ഈ ഒരു പോട്ടിനും ഭയങ്കരമായിട്ട് ഇതൊരു മാച്ചിങ് ആയിട്ടുള്ള രീതിക്കാണ് കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. നമ്മൾ പ്രത്യേകം പറഞ്ഞ് ചെയ്യിച്ചൊരു സംഭവമാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇത് പഞ്ചാബിൽ മാത്രമാണ് ഇത് കിട്ടുള്ളൂ. ഓൺലൈനിൽ നിന്ന് അങ്ങനെ കിട്ടുന്ന സാധനമല്ല. പഞ്ചാബികളുടെ അവരുടെ ഒരു മെയിൻ കൾച്ചറിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ പഞ്ചാബിൽ നിന്ന് കൊണ്ടുവന്നതാണ് നമ്മൾക്ക് വീട്ടിൽ വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ആമസോണിൽ മേടിച്ചതാണിത്. മേ ബി എല്ലാവരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഒരു വെറൈറ്റി തോന്നിയപ്പോൾ മേടിച്ച് വെച്ചതാണ്. ഇതിനൊരു വെറൈറ്റി കൊടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൂ കളർ ഞങ്ങൾ കൊടുത്താണ് ബാക്ക്ഗ്രൗണ്ട്. അപ്പം എല്ലാവരും മാക്സിമം എല്ലാവരും വുഡിൻ്റെ ആണ് ചെയ്യാറ്. അപ്പം ഞങ്ങൾ കുറച്ച് വെറൈറ്റിക്ക് അതിനൊരു ബ്ലൂ ആക്കി ഇത് നമ്മളൊരു ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, പുള്ളിനെ കൊണ്ട് വരപ്പിച്ചതാണ്. പുള്ളി വന്നിട്ട് ചെയ്തതാണ് ഇതിൻ്റെ എല്ലാ വർക്കുകളും. പുള്ളി കൈകൊണ്ട് ഇരുന്ന് ഇവിടെ നിന്ന് ചെയ്തതാണ് മൊത്തം. പിന്നെ ഈശോ ഇത് നമ്മൾ തൃശ്ശൂർ പോയിട്ട് അവിടെ നിന്ന് എടുത്താണ്. അവിടെ കുറച്ചും കൂടെ നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട് നല്ലോണം. അപ്പോൾ അവിടെ നിന്ന് എടുത്താണ് ഈശോയുടെ ഈ രൂപം. പിന്നെ ഇത് ഞങ്ങൾ ഈ ബ്ലൂ കളർ ഞങ്ങളുടെ ഒരു ഇഷ്ടത്തിന് ഞങ്ങൾ മാറ്റിയതാണ്. വുഡാണ് മാക്സിമം പേര് ചെയ്യാറ്. അപ്പം നമ്മളൊരു വെറൈറ്റി പിടിച്ചതാണ്. ഇതിനൊരു ടീപ്പോ സെറ്റ് നമ്മൾ ഇതുപോലെ ഓൺലൈനിൽ മേടിച്ചതാണ്, ആമസോണിൽ മേടിച്ചതാണ്. മേ ബി എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല. ടൈലിൽ മാച്ച് ആക്കിയിട്ടൊന്ന് മേടിച്ചതാണ്. ഇത് 2 സൈസായിട്ട് എടുക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സോഫ സെറ്റ് നമ്മൾ SRT മേടിച്ചത്. അത് SRT കൊല്ലപ്പാടാണ്. അവര് നല്ലൊരു ഫർണിച്ചർ മാത്രമാണ് അവിടുത്തെ. ഒരു 10-30 വർഷത്തേക്ക് പാരമ്പര്യമുള്ളൊരു ഷോപ്പാണ്. അത്യാവശ്യം എല്ലാ വിധത്തിലും അവർ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മാത്രം സെയിൽ ചെയ്യുന്നൊരു കടയാണ്. നമുക്ക് നല്ല ക്വാളിറ്റി തന്നെ തന്നിട്ടുണ്ട്. അത് നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് SRT തന്നെ വാങ്ങിച്ച ഒരു ഇതാണത്. അപ്പം അതിന് ഇതുവരെയായിട്ടും ഒരു പ്രോബ്ലം വന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായതിൻ്റെ ഒരു ചെറിയ ഇതല്ല, അല്ലാതെ അതിന് നോർമലി അതിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ആ ഒരു ക്വാളിറ്റി വൈസ് ഓക്കെ നമ്മൾ പിന്നെ SRT ചൂസ് ചെയ്തത്. ഭംഗിക്ക് വേണ്ടി നമ്മൾ വെച്ചാണ് ഒരു ഫ്ലവർ വേസും പിന്നെ ഒരു സോഫ്റ്റ് ടോയ്സും. ലൈറ്റ് ഐറ്റംസ് ഒക്കെ നമ്മൾ മേടിച്ചത് പെരിന്തൽമണ്ണയിൽ മേടിച്ചത്. ഇത് ചെയ്തത് ഇവിടുത്തെ ആൾ തന്നെയാണ് സ്വന്തം. അവന് ട്രിപ്പിൾ കഴിഞ്ഞതാണ്, എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ്. അപ്പം അവന് ഇതിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. പ്ലംബിങ്ങിൻ്റെയും ഇലക്ട്രോണിക്സിൻ്റെയും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അവൻ ഓൾറെഡി ഇവിടെ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നുണ്ട് കോർപ്പറേഷനിൽ. അപ്പം ടെമ്പററി ആയിട്ട് അവൻ്റെ വർക്കാണിത് ഫുള്ള്. അവൻ ഫ്ലൈ ഓൺ ഇലക്ട്രിക്സ് എന്നാണ് അവൻ്റെ ഇതിൻ്റെ പേര്. ഈ ഇന്ത്യയിൽ വർക്ക് ചെയ്ത രാജേഷ് കല്ലിക്കോടാണ്. വളരെ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് പല സമയത്ത് ചെയ്തു തന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് വളരെ ഭംഗിയായിട്ടുണ്ട്. അതായത് കൂടുതൽ എക്സ്പെൻസ് ഇല്ലാതെ ചെയ്തൊരു വർക്കാണ്. ഈ ഫാൻ എന്ന് പറയുമ്പോൾ നോർമലി നമ്മളൊരു 7 ലീഫിൻ്റെ ഫാനാണ് ഇതിൽ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ലിവിംഗ് റൂം ആകുമ്പോൾ കുറച്ചുകൂടി ഒരു യൂണീക്ക് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒരു 7 ലീഫിൻ്റെ ഫാൻ നമ്മൾ ചൂസ് ചെയ്തതാണ്. അപ്പോൾ ആക്ച്വലി ഇത് നമ്മൾ ഓൺലൈനിൽ തന്നെ വാങ്ങിച്ചതാണ്. ഞങ്ങളുടെ ഫാമിലി ആണ്, ഞങ്ങൾ 5 പേരും അടങ്ങുന്ന ഒരു ഫാമിലിയാണിത്. റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ആള് ജിൻഡു, പിന്നെ പപ്പ, അമ്മ, അനു, അജിൻ. ഇതാണ് ഞങ്ങൾ ഹാപ്പി ഫാമിലി ലിവിങ്ങിലേക്കാണ് പോകുന്നത്. അതിനാണ് കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഉള്ളത്. ഇതാണ് നമ്മുടെ ഫാമിലി ലിവിങ് വിത്ത് കിച്ചണാണ് വരുന്നത്. ഡൈനിങ് എല്ലാം വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ഫാമിലി ലിവിങ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്ക് എല്ലാവർക്കും ഇരിക്കാം. പിന്നെ ഇത് ഡൈനിങ് ടേബിളാണ്. വിൻഡോ ഇവിടെ ചെയ്തേക്കുന്നത് സെയിം വുഡ് തന്നെയാണ്. ഇവിടെ ഒരു ചെറിയ ലൈബ്രറി പോലെ നമ്മൾ ചെറുതായിട്ട് സെറ്റ് കുറച്ചും കൂടെ ചെയ്യാനുണ്ട്. അങ്ങനെ ഫിനിഷിങ് ആയിട്ടില്ല. പിന്നെ നേരത്തെ പറഞ്ഞ നമ്മൾ റൗണ്ട് റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം പറഞ്ഞല്ലോ TV-യുടെ. അപ്പം ഇത് നമുക്കിപ്പോൾ നമ്മൾ ഫാമിലി ഇരുന്ന് ഇവിടെ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ടാണ് നമ്മൾ TV കാണുന്നതെങ്കിൽ നമ്മളിത് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു, TV ഓൺ ചെയ്യുന്നു, ഇവിടെ ഇത് കാണുന്നു. പിന്നെ ഇതിൻ്റെ വേറെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുൾ ക്ലോസ്ഡ് ആണെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. നമുക്കിതിനെ ഓപ്പൺ ചെയ്തിട്ടാൽ നമുക്കിപ്പോൾ പുറത്ത് നമ്മുടെ മെയിൻ ഡോറിൽ ആരും എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇതൊക്കെ ഓപ്പൺ ആണ്, ഇതൊക്കെ ഓപ്പൺ ചെയ്തിടാൻ പറ്റും. അതുപോലെ ഈ സൈഡിൽ ഓപ്പൺ ചെയ്തിടാൻ പറ്റും. ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ഡോറിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെയായിട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ കുറച്ചുകൂടി നമുക്ക് ഐറ്റംസ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും യൂസ് ചെയ്യാത്ത സാധനങ്ങൾ നമുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മാറ്റ് അങ്ങനത്തെ അതൊക്കെ ബെഡ്ഷീറ്റ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിയിൽ നമ്മൾ വീലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ സിമ്പിളായിട്ട് സിമ്പിളായിട്ട് അത് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണത്.
ഇവിടുത്തെ എല്ലാ ലൈറ്റ്സും സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചേക്കുന്നത് പെരിന്തൽമണ്ണയിൽ നിന്നാണ് മേടിച്ചേക്കുന്നത്. കൂടുതൽ അവിടെ നല്ല കളക്ഷൻസ് ഉണ്ട്. പാലക്കാടിനേക്കാളും കൂടുതൽ കളക്ഷൻസ് തൃശ്ശൂർ, പെരിന്തൽമണ്ണ ആ ഏരിയയിലോട്ട്, കോഴിക്കോട് ആ ഒരു ഏരിയയിലോട്ട് ഉണ്ടെന്നാണ് നമുക്ക് പറയുന്നത്. പിന്നെ ഇന്ത്യയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാജേഷ് ചേട്ടനാണ് ചെയ്തേക്കുന്നത്. ഇത് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്തൊരു ഇന്ത്യൻ വർക്കാണ്. പിന്നെ കുറച്ചുകൂടി സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വോൾ ക്ലോക്കാണ്. നമ്മളിത് ഓൺലൈനിൽ വാങ്ങിച്ചൊരു വോൾ ക്ലോക്കാണ്. ഇതിൽ 2 സൈഡും നമുക്ക് ക്ലോക്കിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ നമുക്ക് ഏത് സൈഡിൽ നോക്കിയാലും സമയം നോക്കാൻ പറ്റും. അങ്ങനെ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഡൈനിങ് ടേബിൾ എന്ന് പറയുമ്പോൾ നമ്മളിതൊരു മാർബിളിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു ഡൈനിങ് ടേബിളാണ്. സെയിം ഫ്ലോറിലുള്ള മാർബിൾ തന്നെയാണ് നമ്മളിതിന് യൂസ് ചെയ്തിരിക്കുന്നത്. അതേമാതിരി തന്നെ ചെയ്തൊരു വർക്കാണ് ഈ ചെയറുകളെല്ലാം. ഇവിടുത്തെ എല്ലാ വുഡിന്റെ വർക്കും ചെയ്തത് മറ്റേ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ അവരുടെ ടീമാണ് ചെയ്തിട്ടുള്ളത്. ഒരു 6 സീറ്റർ ആയിട്ട് ഇതൊക്കെ ഓൺലൈനാണ്. നമ്മൾ ഒരു ഫ്രൂട്ട് ബൗൾ വെച്ചിട്ടുണ്ട്, ഒരു ഗ്ലാസിൻ്റെ. വാഷിംഗ് ഏരിയ ആണ്. ഇതൊക്കെ ഓൺലൈനാണ്. അവൻ ചെയ്ത വർക്ക്, ഞാൻ പറഞ്ഞില്ല, അനിയൻ ചെയ്ത വർക്കാണ്. പ്ലംബിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഫിനിഷിങ് പണിയൊക്കെ ഉണ്ട്. ഇനി ഇവിടെ ഗ്ലാസ് ഒക്കെ വെക്കാറുണ്ട്. കുറച്ചൊക്കെ പണികളൊക്കെ പെൻഡിങ് ഉണ്ട്. ഇത് ഫ്രിഡ്ജ്, ഇത് ബോഷാണ്, നമ്മുടെ ജർമ്മൻ ടെക്നോളജിയാണിത്. ഇത് 3 ഡോറുള്ള ഒരു ഫ്രിഡ്ജാണ്. നമ്മൾ പുതിയതായിട്ട് ആരെങ്കിലും മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് സജസ്റ്റ് ചെയ്യുന്ന നല്ലൊരു ഫ്രിഡ്ജാണ്, നല്ലൊരു ഓപ്ഷനാണ്. ഇതാണ് നമ്മുടെ കിച്ചൺ. ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത് ഓപ്പൺ കിച്ചൺ ആണ്. ഇത് ഞങ്ങളുടെ വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു ഓപ്പൺ ആയിട്ടൊരു കിച്ചൺ ചെയ്യണം എന്നുള്ളത്. കാരണം അല്ലെങ്കിൽ എപ്പോഴും കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ആരെങ്കിലും വിരുന്നുകാർ വരുമ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാർ എപ്പോഴും അവിടെ ഒറ്റയ്ക്കായിരിക്കും. നമ്മളെ ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഒന്നിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ഒരു ഒറ്റയ്ക്ക് ഒരു ഫീലിംഗ് ആവരുതെന്ന് വെച്ചിട്ട് എല്ലാവരും ഒന്നിച്ച് ചെയ്യട്ടെ എന്ന് വെച്ചിട്ടാണ് ഇത് ഓപ്പൺ കിച്ചൺ ഞങ്ങൾ സജസ്റ്റ് ചെയ്തത്. വിത്ത് ഫാമിലിയും ലിവിംഗും കൂടെ കൊടുത്തത്. കാരണം അവിടെ നമുക്ക് ഇവിടെ സംസാരിക്കുകയും ചെയ്യാം, കുക്ക് ചെയ്തവർക്ക് ഇവിടെ കുക്ക് ചെയ്യുകയും ചെയ്യാം, അവർക്ക് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യാം, എല്ലാവരെയും കാണുകയും ചെയ്യാം. ഇത് നമ്മുടെ ഹാങ്ങിങ് ലൈറ്റ് ആണ്. അപ്പൊ കിച്ചണിലേക്ക് കുറച്ചും കൂടി ഒരു അട്രാക്റ്റീവ് ആയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാങ്ങിങ് ലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ പെരിന്തൽമണ്ണയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ലൈറ്റ് ആണ്. പിന്നെ നമുക്ക് ഒരു വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കും, പെട്ടെന്നൊക്കെ പുറത്തു പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചൂടോടെ സംഭവങ്ങൾ കഴിക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യത്തിന് വേണ്ടി ചെയ്തതാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ. അതിന് 2 ചെയറും ചെയ്തിട്ടുണ്ട്. ഇതൊരു സിങ്കിന്റെ വേറൊരു വെറൈറ്റി ആയിട്ട് നമ്മൾ നോക്കി എടുത്തൊരു സംഭവമാണ്. ആക്ച്വലി ഇത് നമുക്ക് വെള്ളം, നമുക്ക് ഗ്ലാസ് ഒക്കെ കഴുകാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു ഇതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത് പ്യൂരിഫൈങ് വാട്ടർ വരുന്ന ഇതാണ്. പിന്നെ നമുക്ക് ഇത് നമുക്ക് വെള്ളം, നമുക്ക് ഫ്രൂട്ട്സ് കഴുകാനും വെജിറ്റബിൾസ് കഴുകാനും, പിന്നെ അതുപോലെ തന്നെ ഇതും നമുക്ക് നോർമൽ യൂസിന് പറ്റുന്ന ഒരു ഇതാണ്. ഇത് നമുക്ക് ഇതുപോലെ ഓരോ ആക്ഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്തതിന് കുറച്ചുകൂടി ഫോഴ്സ് കൂടും വെള്ളത്തിന്. അപ്പൊ നമുക്ക് ഇതൊക്കെ കഴുകാനും അങ്ങനെ കുറച്ചുകൂടി ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഒരു ഷവർ ടൈപ്പ് ഒരു ലൂസായിട്ട് വരുന്ന വെള്ളം ആണ് ഇതിങ്ങനെ ചെയ്യുമ്പോ. ഇത് മാത്രമായിട്ട് വരുമ്പോ ഇങ്ങനെ ചെയ്യാം. ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഹാൻഡ് വാഷ് ആണ്. ലിക്വിഡ് നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഹാൻഡ് വാഷ് ആയിട്ട് നമുക്ക് ഹാൻഡ് വാഷ് അല്ല, പാത്രം കഴുകാനുള്ള സംഭവമായിട്ട് നമുക്ക് അതിനകത്ത് നിന്ന് വരുന്നതാണ്. ഇവിടെ കിച്ചൺ ആവുമ്പോൾ നോർമലി നമുക്കൊരു മാതാവിനെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു തീമിൽ നമ്മളൊരു മാതാവിനെ വെച്ചതാണ്. അതുകൂടാതെ നമുക്ക് കുറച്ച് കബോർഡ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഷോപ്പ് പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള ഒരു കബോർഡ്സ് ആണിത്. ഇതിനകത്ത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഗ്ലാസും എല്ലാ കാര്യങ്ങളും ഉണ്ട്. വൈൻ ഗ്ലാസ്, അങ്ങനെ ഓരോ വെറൈറ്റി ഗ്ലാസ്സുകൾ നമ്മൾ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കാസറോൾസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഈ ഒരു ഏരിയയിലേക്ക്. ഏറ്റവും വലിയൊരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കിച്ചണിൽ നിന്നിട്ട് നമുക്ക് പുറത്തുനിന്ന് ആരെങ്കിലും വരുന്നുണ്ടാവും, അതെല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും, പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഗ്യാസ് സ്റ്റൗവും പ്ലസ് ഈ ഒരു ചിമ്മിനിയാണ്. അപ്പോൾ ഈ ചിമ്മിനി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇത് ചിമ്മിനി ഓൺ ആയി. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ഇവിടെ ഗ്യാസ് നമ്മൾ കുക്ക് ചെയ്യുന്ന സംഭവങ്ങളെല്ലാം ഇവാപറേറ്റ് ചെയ്ത് ഇതിലേക്ക് പോകുന്ന ഒരു സെറ്റപ്പാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ എത്ര വേണമെങ്കിലും ഫംഗ്ഷൻ നമുക്ക് മാറ്റി കുറച്ചൊക്കെ ചെയ്യാം. ഗ്യാസ് സ്റ്റൗവ് ഇത് എലീക്ക എന്നുള്ളൊരു ബ്രാൻഡിന്റെയാണ് ഗ്യാസ് സ്റ്റൗവ്. ഇത് നമുക്ക് ഫാബറിന്റെ ആണ് ഈ ഒരു ചിമ്മിനി വരുന്നത്.
പിന്നെ നോർമലായിട്ട് ഇവിടെയും കുറച്ച് കബോർഡ്സും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ താഴത്തേക്കും കുറച്ച് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കുറച്ച് ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് യൂസ്ഫുൾ ആയിട്ട് പെട്ടെന്ന് കയ്യെത്തുന്ന സംഭവങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് ആക്സസിബിൾ ആവാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്ന സംഭവങ്ങളാണ്, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ്. പിന്നെ വേറൊരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ അതായത് നമ്മള് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിലത്തിങ്ങനെ നിരന്ന് കിടക്കുന്ന ഐറ്റംസ് എല്ലാം കൂടി ഒരുമിച്ച് ഇത് നോർമലി ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഒരു സ്പേസ് ഉണ്ടാവാറില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞ് ഒരു ഐഡിയ തോന്നി അങ്ങനെ ചെയ്തൊരു സംഭവമാണ്. ഇതിനു വേണ്ടി മാത്രം ഒരു കബോർഡ് എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്തൊരു സംഭവമാണിത്. ഇതൊക്കെ തന്നെയാണ് കിച്ചനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിമ്മും വാമും ഒക്കെ ആക്കിയിട്ട് ചെയ്യാം. ഇതിപ്പോ വാം ലൈറ്റ് ആയി. അതേപോലെ തന്നെ നമുക്ക് നോർമൽ ലൈറ്റും. ലിവിങ്ങിന് ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന റൂമാണ് ഇത്. റൂമാണ് ഇപ്പൊ ഈ ഒരു ഡോർ ആണെങ്കിലും നമ്മൾ വുഡിലാണ് ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കിത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതൊരു താഴത്തുള്ള ഒരു ബെഡ്റൂം ആണിത്. അപ്പോ നോർമലി ഇതെന്റെ റൂമാണ്. നോർമലി ഇതിനകത്ത് ഇതിന്റെ ഒരു ഇതെന്താന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു വുഡിന്റെ അലമാരയാണിത്. അപ്പൊ നമ്മൾ തന്നെ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ വേറൊരു കബോർഡും കൂടി സെറ്റ് ചെയ്തതാണിത്. അപ്പൊ നമുക്ക് അതിനൊരു ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു ഇതില്ല ആക്ച്വലി. ഇത് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ അത് ഒരു ലുക്കായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. ഇത് വുഡ് അല്ല, ഇത് WPC ആണ്, മിക്സ് ചെയ്തിട്ടുള്ള മൾട്ടി വുഡ് അല്ലെ. മൾട്ടി വുഡ് ആണ് ഇത്. നമ്മൾ ഫുള്ളായിട്ട് വുഡ് കൊണ്ട് ചെയ്തതാണ്. ഒരു വുഡിന്റെ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ നേരത്തെ പറഞ്ഞ പ്രഭാകരേട്ടൻ ചെയ്ത സംഭവമാണ്. പെയിന്റിംഗ് ആണിത്. ആളുടെ ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഇപ്പൊ കാണുന്നത്. ഇത് വിൻഡോ, നോർമൽ വിൻഡോ ആണ്. ഇനി ഇച്ചിരി കൂടി കർട്ടനും കാര്യങ്ങളൊക്കെ ഇടാനുണ്ട്. ഇനി നമുക്ക് ഇങ്ങോട്ട് വരുമ്പോ ഇത് നമ്മുടെ ഇതിനൊരു ഡ്രസ്സിംഗ് റൂമാണ്. ഇവിടെ നമുക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഇവിടെ ട്രോഫിയൊക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു ഓപ്പൺ സ്പേസിൽ നമുക്ക് നമ്മുടെ മേക്കപ്പ് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരു മിററും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്കൊരു ബാത്റൂം വരുന്നുണ്ട്. ഇതും നമ്മള് നോർമൽ ഒരു ഇത് തന്നെയാണ്. ഷവറും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള രീതിക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ മിററിലേക്ക് വരുമ്പോൾ ഇത് കുറച്ചുകൂടി നമ്മൾ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഫേസ് ഒക്കെ ഒന്ന് ബ്രൈറ്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു മിററാണ്. ഒരു കളർ ചേഞ്ച് വരുന്നുണ്ട് മിററിൽ. ഇതാണ്. പിന്നെ വാം ലൈറ്റും വരുന്നുണ്ട്, നോർമൽ ലൈറ്റും വരുന്നുണ്ട് മിററിൽ. പിന്നെ നമുക്ക് അതേപോലെ തന്നെ ഈ പൈപ്പും കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ നമുക്ക് നമ്മളിത് സിമെന്റിൽ ചെയ്തതാണ് അല്ലേ. സിമെന്റിൽ ചെയ്തിട്ടുള്ള ഒരു സ്പേസ് ആണിത്. നോർമലി നമ്മളിത് എങ്ങനെയും എവിടെയും കണ്ടിട്ടില്ലാത്തൊരു ഡിസൈൻ ആണെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. പിന്നെ അതേപോലെ തന്നെ ഇതൊരു ഹാങ്ങിങ് ഉള്ള ചെയ്യാനുള്ള സംഭവം. ഈ ഷവറിനും ഈ ഒരു പൈപ്പ് ഇതിനും കൂടിയിട്ട് ചൂടുവെള്ളം ഹീറ്ററിനും എല്ലാത്തിനും കൂടി ഒറ്റ ഒരു പൈപ്പേ ഉള്ളൂ. ഡൈവേറ്റർ ആണിത്. ഇങ്ങനെ വെച്ചാൽ ഇതാവും. പിന്നെ ലൈക്ക് ഇതൊന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഷവറും കാര്യങ്ങളൊക്കെ ഓക്കെ. ഇതാണ് ഇതിന്റെ മാസ്റ്റർ ബെഡ്റൂം ആണ് ആക്ച്വലി ഇത്. ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഇവിടെ ഒരു ബീൻ ബാഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നോർമലി ഒരു ബീൻ ബാഗ് നമ്മൾ അങ്ങനെ ചെയ്തെന്നാണ്, ഒരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ ചെയ്തെന്നുള്ളൂ. പിന്നെ ഒരു കംഫർട്ടിനൊക്കെ വേണ്ടിയിട്ട് ചെയ്തെന്നുള്ളൂ. ഇതാണ് നമ്മുടെ കോമൺ ബാത്റൂം വരുന്നത്. നമ്മുടെ നെക്സ്റ്റ് റൂമിലേക്ക് പോവാണ്. ഇത് നോർമൽ ഒരു റൂമാണ്. ഇതിനകത്ത് ഇത് പപ്പയുടെ അമ്മയുടെയും ബെഡ്റൂമാണ്. ഇതിലൊരു ഡബിൾ ബെഡും ഒക്കെയാണ് വരുന്നത്. പിന്നെ കബോർഡ്സും കാര്യങ്ങളും വരുന്നുണ്ട്. ഇതിനകത്ത് നോർമലി അങ്ങനെ പറയാനായിട്ട് കാര്യമായിട്ട് പിന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിളും ഒക്കെ വരുന്നുണ്ട്. ഇവിടെ ഒരു പഴയ നമ്മുടെ ഒരു അലമാരിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതന്നെയുള്ളൂ. ഇത് പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ആ റൂം പെട്ടെന്ന് ആരും ശ്രദ്ധിക്കപ്പെടാത്തൊരു റൂമാണ്. ഈ ഒരു പോർഷനിലേക്കുള്ള റൂം. പെട്ടെന്ന് ഇവിടെ ഒരു റൂമേ ഉള്ളൂ എന്നുള്ള ഒരു ഫീലിംഗ് വരും. പിന്നെ മാത്രമല്ലാതെ നമ്മൾ വീട്ടിലെ എല്ലാ റൂമിലും ബാത്റൂംസ് വരുന്നത് നേരെ നമ്മൾ കിടക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ഫേസ് ചെയ്യാതെ ഒരു
മാറി ഉള്ള ഒരു ഏരിയയിലേക്കാണ് ബാത്റൂം എല്ലാം ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ബാത്റൂം ആണെങ്കിലും ഇങ്ങോട്ട് നേരെ നമ്മൾ പോകുന്ന ഒരു രീതിക്കല്ല. പിന്നെ ഈ റൂമിന്റെ ബാത്റൂം ആണെങ്കിലും ഒരു സ്പേസ് അതിനു വേണ്ടി മാത്രം കൊടുത്തിട്ടുള്ള ആ ഒരു ഏരിയയിലാണ് ബാത്റൂം നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ ആണ്. ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന വുഡ് വിത്ത് ഗ്ലാസ് ആണ്. ഇത് നമ്മൾ വുഡിൽ കുറച്ച് വർക്ക്സും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഹാൻഡിലെ വർക്ക്സും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചെയ്താണ്. പ്ലസ് ഈ ഗ്ലാസും നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്തത് നമ്മൾ ഈ ലൈറ്റ്സും വാങ്ങിച്ചതൊക്കെ വരുന്നത് ഷോ ലൈറ്റ്സ് ഒക്കെ വാങ്ങിച്ചത് അങ്ങനെയാണ്. പിന്നെ ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, നമ്മൾ എല്ലാ വീടുകളിലും ഈ സ്റ്റെയർകേഴ്സ് കൊടുക്കുമ്പോൾ അവിടെ കുറെ സ്പേസ് കുറെ പോവാറുണ്ട്. അപ്പൊ നമ്മുടെ ഇതിന്റെ പറയുമ്പം ആകെ സ്പേസ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ കണ്ടോ, ഇത്ര ഒരു പോർഷനാണ് ശരിക്കും ഇവിടെ വരുന്നുള്ളൂ. മറ്റേത് നമുക്ക് ഒരുപാട് ഫസ്റ്റ് കയറി വരുന്നതേ ഒരു ഇതായിരിക്കും. ഇത് നമുക്ക് ഇത്രയും ഒരു പോർഷൻ മാത്രമാണ് ഒരു എന്താ പറയുക അധികം സ്പേസ് കളയാതെ ഉണ്ടാക്കിയ ഒരു സ്റ്റെയർകേഴ്സ് ആണിത്. സ്പേസ് അധികം പോവാതെ നല്ല രീതിയിൽ ചെയ്ത ഒരു സ്റ്റെയർ ആണ്. ഇത് പപ്പയുടെ ഒരു ഐഡിയ ആണ്, പപ്പയുടെ ബുദ്ധിയിലുണ്ടായ പുതിയ ഒരു ഐഡിയ ആണിത്. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം സ്പേസ് ഒട്ടും വേസ്റ്റ് ആയിട്ടില്ല. ജസ്റ്റ് ഈ ഒരു ഇത്രയും പോർഷൻ കണ്ടില്ലേ, ഇതിനിടയിൽ ഞങ്ങൾ ഈ ഗ്രോട്ടോടെ ഒരു ഇത് കൂടെ കൊടുത്തപ്പോഴത്തേക്കും അവിടെ ഏകദേശം ആ സ്പേസ് അത്യാവശ്യം വൃത്തികേടും ഇല്ല, അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് ഫില്ലായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പോർഷൻ മാത്രമാണ് ഇതിനകത്ത് നമുക്കൊരു എന്താ പറയാ ഒട്ടും സ്ഥലം വേസ്റ്റ് ചെയ്യാതെ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതിന്റെ അടിയിൽ ഇവിടെ സ്റ്റോറേജ് സ്പേസ് നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഫ്രയോണിട്രോൺസ് അവരുടെ ടൂൾസ് ആണ്, ഇത് ഫുൾ അവന്റെ ടൂൾസ് ആണ്. അതുപോലെ തന്നെ സെയിം ഇവിടെ 2 ബോക്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒട്ടും ഒരു ശതമാനം പോലും സ്പേസ് ഇവിടെ വേസ്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു രീതിയിൽ പിന്നെ ഇവിടെ ഈ ഗ്രോട്ടോകൾ വന്നതോടുകൂടെ നമ്മുടെ സ്പേസ് ഇവിടെ ഫുൾ ഫില്ലായി വൃത്തികേടും ഇല്ലാതെയായി. പിന്നെ ഇവിടെ നമുക്ക് ഈ പോർഷൻ വിട്ടേക്ക് നമുക്കിവിടെ CCTV സെറ്റ് ചെയ്യാനുണ്ട്. അതിന്റെ ഒരു സെറ്റും കൂടെ ക്യാമറയുടെ സെറ്റ് കൂടെ ചെയ്യാനുണ്ട്, ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പൊ അതിന്റെ ഒരു സ്പേസ് ആണിത്. കുറച്ച് പണികൾ ഇനി ഉണ്ട്, ഇതിനകത്ത് പെയിന്റിംഗ് ഉണ്ട്, ചെയ്യാനുണ്ട്. ഷെരീഫ് എന്ന് പറഞ്ഞ ചേട്ടനാണ്, ആ ചേട്ടൻ ടീമാണ് ഇതിന്റെ പണികളൊക്കെ ചെയ്തിട്ടുള്ളത്. ചേട്ടൻ നമ്മൾ പറഞ്ഞു കൊടുത്ത രീതിയിൽ ചേട്ടൻ നല്ല മനോഹരമായിട്ട് അവരുടെ ടീം ഇത് ചെയ്തു തന്നിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മൾ ഇന്ന സമയത്ത് കൊണ്ട് ചെയ്തു തരാന്ന് പറഞ്ഞാൽ ചേട്ടൻ അവരുടെ പണിക്കാരെ കൂടുതൽ ആൾക്കാരെ നിർത്തിയിട്ടോ നമ്മുടെ ഇഷ്ടത്തിന് നല്ല വൃത്തിയായിട്ട് പുള്ളി ചെയ്തു തരും. നല്ലൊരു കോൺട്രാക്ടർ ആണ് പുള്ളി. നമ്മുടെ ഇവിടെ എനിക്ക് തോന്നുന്നു കൂടുതൽ പേരും സജസ്റ്റ് ചെയ്യുന്ന പുള്ളിയെ തന്നെ ആയിരിക്കും. നല്ലൊരു ആളാണ്. ഷെരീഫ് എന്നാണ് പുള്ളിയുടെ പേര്. നോർമലി എല്ലാ വീട്ടിലും ഈ ചെറിയ ഉള്ള സ്റ്റെപ്പ് മുകളിലും കുറച്ചുകൂടി ലോങ് സ്റ്റെപ്പ് താഴത്താണ് വരാറുള്ളത്. പക്ഷെ ഇവിടെ നമുക്ക് നേരെ തിരിച്ച് ആണ് ചെയ്തിട്ടുള്ളത്. ചെറിയ സ്റ്റെപ്പ് താഴെയും കുറച്ച് ലോങ് ആയിട്ടുള്ള സ്റ്റെപ്പ് മുകളിലേക്കാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ പർഗോള നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് കുറച്ചും കൂടി ഈ വീടിന് കുറച്ചുകൂടി ഒരു ഭംഗി എന്ന് പറയുന്നത് ഈ പർഗോളയുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് നമ്മള് ഇതിന് പിന്നെ മാത്രമല്ല എയർ പാസേജും കാര്യത്തിനൊക്കെ നമുക്കിത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആണ്. ഈ പർഗോള നമുക്ക് വേണമെങ്കിൽ തുറക്കാം, ഇതേപോലെ നമുക്ക് അടയ്ക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ ആ ഒരു സ്പെഷ്യാലിറ്റി കൂടി ഇതിനുണ്ട്. മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ ഒരു ലൈറ്റ് നമ്മള് വളരെ കഷ്ടപ്പെട്ട് ചൂസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ ലൈറ്റ് എന്ന് പറയുന്നത്. കുറെ അന്വേഷിച്ച് നമ്മൾ ലാസ്റ്റ് ചെയ്ത ഒരു സംഭവമാണ്. കുറച്ചും കൂടി ഈ വീടിന് തന്നെ കുറച്ചുകൂടി ഒരു അട്രാക്റ്റീവ് ആയിട്ട് ആണ് ഈ ലൈറ്റ് ഇവിടെ നിൽക്കുന്നത്. ഹാൻഡിലിന്റെ വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കോർണർ പോർഷനിൽ. ഇതെല്ലാം തേക്കിന്റെ ആണ്, വുഡ് വെച്ച് ചെയ്തതാണ്. പ്ലസ് ഈ ഡിസൈൻസും കാര്യങ്ങളും പോളിഷും എല്ലാം ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. ഇവിടെ നമുക്ക് കുറച്ച് ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയേ ഉള്ളൂ ഈ ഒരു ഏരിയ. അടുത്ത് നമ്മൾ ഇവിടെ നമുക്ക് ഒരു റൂമുണ്ട്. ഇതിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ നമുക്ക് കിഡ്സ് റൂം ആയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചേച്ചിയുടെ റൂമാണിത്. ഇവിടെ ഒരു കബോർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്ലസ് നമ്മൾ ഇതിനകത്ത് വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പഴയതൊന്നും നമ്മൾ കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് നമ്മൾ ഇത് അമ്മയുടെ ഇതിനു വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു പഴയ അലമാരി. ഇത് നമുക്ക് പെയിന്റ് ഒക്കെ അടിച്ച് ആ ഒരു രീതിക്ക് നമ്മൾ ഒരു ഓർമ്മ അമ്മയുടെ വീട്ടിൽ നിന്ന് ഉള്ള പഴയൊരു അലമാരിയാണ്. അപ്പൊ നമ്മൾ അമ്മ ഇത് കളയാൻ സമ്മതിക്കാതെ നമ്മളിവിടെ വെച്ച ഇതാണിത്, ഈ ഒരു അലമാരി. പിന്നെ അതേപോലെ തന്നെ ഒരു ബെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ റൂമിൽ നിന്നാണ് നമുക്ക് ബാൽക്കണി വരുന്നത്. ഈ ഡോറ് തുറന്ന് നമുക്ക്
ബാൽക്കണിയാണ് ഇത്. താഴത്തെ നമ്മൾ ചെയ്തിട്ടുള്ള അതേ നമ്മുടെ മെയിൻ ഡോറിന്റെ സെയിം ഡിസൈൻ ആണ് നമ്മൾ ഈ ഡോറിനും കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ വരുമ്പോൾ ഇത് ബാൽക്കണിയാണ്. നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂ ആണ്, എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു നല്ല വ്യൂ ആണ്. രണ്ട് അലങ്കാരത്തിന് വേണ്ടി 2 ചെടിയൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ്. അതേപോലെ തന്നെ നമ്മളിവിടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു വിളക്ക് തൂക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് കത്തിക്കാം, അല്ലെങ്കിൽ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിത് വേണ്ടി ചെയ്തതാണ് ഇവിടെ. പിന്നെ അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി തന്നെയാണ് ഇവിടെ ഉള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഈ സൈഡിലേക്ക് പോയി കഴിഞ്ഞാലും ഒരു ഓപ്പൺ സ്പേസ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഉണക്കാനും കാര്യത്തിനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ സ്പേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ വേറൊരു ചെറിയ പ്ലാനും കൂടെ ഉണ്ട്. നമുക്ക് ഒരു ഇതും കൂടി വരുന്നുണ്ട്, ഒരു സിറ്റിംഗ് ഏരിയയും കൂടി നമുക്ക് ഇവിടെ വരുന്നുണ്ട്. സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഏരിയയും കൂടി ഉണ്ട്. ഇതിന്റെ മുകളിൽ ഒരു ഏരിയയും കൂടി ഉണ്ട്. അപ്പൊ അവിടെ കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത്. അവിടെ നമുക്ക് ടാങ്ക് ഉണ്ട് അവിടെ. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വീടിന്റെ അത്രയും തന്നെ സ്പേസ് മുകളിലും ഉണ്ട്. ഒരു അത്യാവശ്യം ഹൈറ്റും ഉണ്ട്. 2 പേർക്കൊക്കെ നിൽക്കാൻ പറ്റുന്ന, ഒരാൾക്കൊക്കെ നിൽക്കാൻ പറ്റുന്ന ടൈപ്പ് ലൈക്ക് ഒരു ഇതില് ഹൈറ്റും ഉണ്ട് അതിന്. നമുക്ക് അത്യാവശ്യം വേണ്ട സംഭവങ്ങളൊക്കെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. ഇനി നമ്മള് മുകളിൽ തന്നെ മറ്റൊരു ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഇതാണ് അടുത്ത ബെഡ്റൂം. ഇത് ചേട്ടന്റെ ബെഡ്റൂം ആണ്. അതേപോലത്തെ ഒരു ബാത്റൂം വരുന്നുണ്ട്. പിന്നെ ഓക്കെ, ഇതാണ് നമ്മുടെ ബെഡ്റൂം, ചേട്ടന്റെ ബെഡ്റൂമാണിത്. ഇവിടെ നമുക്ക് ഒരു കബോർഡും ഒരു ഡ്രസ്സിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ റൂമിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂം നമുക്ക് 2 യൂസ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് അപ്പുറത്തെ റൂമിൽ ബാത്റൂം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ ബാത്റൂം കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഈ റൂമിന്റെ ഇവിടെ ഒരു ഡോറുണ്ട്. ഈ ഡോറ് നമുക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റൂം മാത്രമായിട്ട് ഇതായി. പിന്നെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഷർട്ടും കാര്യങ്ങളും നമുക്ക് യൂസ് ചെയ്യുന്ന നമ്മുടെ ക്ലോത്ത്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇട്ട് വെക്കാം. പിന്നെ ഇവിടെ ഒരു ലോക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം അടച്ചു കഴിഞ്ഞാൽ ഈ റൂം മാത്രമായി. പ്ലസ് അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ബാത്റൂമും കൂടി ഈ റൂമിലുള്ള ആൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റാച്ച്ഡ് ബാത്റൂമുമായി. അതാണ് ഈ റൂമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇത് ഓപ്പൺ ടെറസിലേക്ക് പോകുന്നതാണ്. അപ്പൊ നമുക്ക് കുറച്ചൊരു ഓപ്പൺ ഏരിയ ആണ്. നമുക്ക് അവിടെ ഇനിയും ഒരു ചെറിയൊരു പരിപാടി, ഒരു സംഭവം കൂടി വരാനുണ്ട് അവിടെ. അതാണ് നമ്മളിങ്ങനെ ഇട്ടിരിക്കുന്നത്. അതിന് കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു തിയേറ്റർ റൂമും കൂടി ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങിലുണ്ട്. അപ്പൊ കുറെ നാളായിട്ട് ആഗ്രഹിച്ചു തുടങ്ങി നമ്മുടെ ആന്റണി ചേട്ടൻ പുതിയ വീടൊക്കെ വെച്ച്. ഈ കഴിഞ്ഞ 26/12/2024 ഈ വീട് വെഞ്ചരിപ്പ് നടത്തി ഉള്ളിലേക്ക് കയറിയത്. അപ്പൊ വീടിന്റെ ഡിസൈൻ നല്ല മോഡലുകളൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം. അപ്പൊ ഞാൻ ആന്റണി ചേട്ടൻ പറഞ്ഞു ഒന്ന് വന്നെടുത്താലോ. അത് കേട്ടപ്പോൾ ആന്റണി ചേട്ടൻ പറഞ്ഞ് ഒത്തിരി സന്തോഷമുള്ളൂ. അതുകൊണ്ട് ഒരു പുതിയ മോഡൽ വീട് കൂടി നമുക്ക് പ്രേക്ഷകർക്കായി കാണിച്ചു തരാൻ പറ്റിയതിൽ എനിക്ക് ഒത്തിരി അഭിമാനമുണ്ട്. വരമഞ്ഞളാടിയ രാവിന്റെ മാറി ഒരു മഞ്ഞുതുള്ളി ഉറങ്ങി നിമിനേരമെന്തിനോ തേങ്ങി നിലാവിൽ വിരഹമെന്നാടും മയങ്ങി പൂലൊഴുകും ചുംബനക്കുങ്കുമമല്ലേ രഥനന്ദിനിയാക്കി അവളെ പനിനീർമലരാക്കി ഭരമഞ്ഞളാടിയ രാവിന്റെ മാറി ഒരു മഞ്ഞുതുള്ളി ഉറങ്ങി. ഇവളൊരു നല്ലൊരു പാട്ടുകാരിയാണ്. നമ്മുടെ പള്ളിയില് പാട്ടൊക്കെ പാടുന്നത് ഇവളും ഇവളുടെ ടീമൊക്കെയാണ്. പള്ളിപ്പെരുന്നാൾ ആണെങ്കിൽ പോലും അവിടെ ഞങ്ങൾ ആരും പള്ളിയിൽ വേറെ ഗായകരൊന്നും കൊണ്ടുവരാറില്ല. എനിക്ക് ജലദോഷാന്ന് തോന്നുന്നു. അതാണ് അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയില്ല ഇപ്പൊ പാടിയത്. എന്നാലും നന്നായിട്ട് പാടാറുണ്ട്. ഇപ്പൊ എന്താണ് പിന്നെ 2-3 ഈ ഷോർട്ട് ഫിലിമിലൊക്കെ പാടിയിട്ടൊക്കെ ഉണ്ട്. കൊച്ചു ടിവിയിലൊക്കെ പിള്ളേരൊക്കെ ഉണ്ട് കുറച്ച് ഫാൻസ്. കൊച്ചു ടിവിയിലെ ഗായികയാണ്. അതുകൊണ്ടാണ് കുറെ ഫാൻസിനെ കിട്ടിയത്. കുഞ്ഞു പിള്ളേര് ഒന്നുമില്ല, അവർക്ക് എന്നെ അറിയത്തോലും അറിയില്ല. ടീമിന്റെ കൂടെ നിന്ന് പാടി. പിന്നെ ഇതിലൊക്കെ എന്നെയാണെങ്കിലും ഇവളെയാണെങ്കിലും ഇങ്ങനെ ഓരോ പ്രോഗ്രാം ചെയ്യാനും ഒക്കെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾ അമ്മ തന്നെയാണ്. ഇപ്പം എല്ലാത്തിനും
കുഞ്ഞിലെ മുതലേ ഇപ്പൊ എല്ലാ പ്രോഗ്രാമിനും ഒന്നുപോലും ഇരിക്കാതെ എല്ലാം പെട്ടു. സ്റ്റേജ് പ്രോഗ്രാമിൻസിലൊക്കെ ആണെങ്കിൽ എല്ലാത്തിലും കയറ്റി വിടുമായിരുന്നു. ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞു. അപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ പേര് നിബിൻ എന്നാണ്. എയർഫോഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. ഡൽഹിയിലാണ് ഹെഡ്ക്വാർട്ടറിലാണ്. ഇതാ ഞങ്ങളുടെ പിള്ളേരാണ് 3 പേര്. മൂത്ത ആള് റാഹേല് 7 years ആയി, ഡൊമിനിക്കിലാണ് പഠിക്കുന്നത്, നമ്മുടെ ശ്രീകൃഷ്ണപുരം ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ. ഇത് എസ്തർ LKG പഠിക്കുന്നു. മൂന്നാമത്തെ ആള് നറ്റാലിയ 10 മാസമായിട്ടേ ഉള്ളൂ. മൈക്കിന് വേണ്ടി തല്ലുകൂടുന്നത് എൻ്റെ അടുത്ത്, മൈക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്റെ പേര് ജാൻസി. എന്റെ 3 കൊച്ചുമക്കളാണ് ഇരിക്കുന്നത്. 3 പിള്ളേരുടെ വല്യമ്മയാണ് ഞാന്. അമ്മയ്ക്കും പപ്പയ്ക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷോപ്പാണ് കല്ലടിക്കോട്. ബൊട്ടിക്കാണ്, ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് സ്റ്റാഫൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ ആര്യ വർക്ക്, എംബ്രോയിഡറി വർക്കുകൾ, പിന്നെ ബീഡ്സ് വർക്ക്, എല്ലാ വർക്കുകളും നമ്മൾ A to Z വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് ഷോപ്പില്. നമ്മള് ബ്രൈഡൽ വർക്ക്സും ബെത്രോത്തലിന്റെ വർക്ക്സ്, പിന്നെ ബാപ്റ്റിസം വർക്ക്, ഹോളി കമ്മ്യൂണിയൻ വർക്ക്, ഇതെല്ലാം ഒരു സെറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ എല്ലാം ഇപ്പോൾ ബാപ്റ്റിസത്തിനാണെങ്കിൽ നമ്മൾ വിത്ത് ആ ഒരു അതിന് വേണ്ട ആവശ്യമുള്ള കൊട്ട കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. പ്ലസ് നമ്മൾ ഡിസൈൻ ചെയ്ത ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേ പിന്നെ നമ്മുടെ ഷോപ്പിന്റെ വേറെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഡിസൈനേഴ്സിന്റെ മാത്രം ഒപ്പീനിയൻ അല്ല, കസ്റ്റമേഴ്സിനെയും കൂടെ മാക്സിമം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പിന്നെ നമ്മുടെ കുറച്ച് ഐഡിയാസും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇന്നത് നിങ്ങൾക്ക് ചേരുള്ളൂ അങ്ങനെ പറഞ്ഞ് നമ്മൾ ഒരിക്കലും കസ്റ്റമേഴ്സിന് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. അവരുടെ ആഗ്രഹം അനുസരിച്ചുള്ള ഓരോ വർക്കാണ് ചെയ്യാറ്. നമ്മുടെ ബൊട്ടിക്കിന്റെ നമ്പർ 9446670355 എന്നാണ്. 9446670355 എന്നാണ് നമ്മുടെ കോൺടാക്ട് നമ്പർ. A to Z വർക്ക് നമ്മൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അമ്മയും പപ്പയും കൂടിയാണ് ചെയ്യുന്നത്. പിന്നെ ഈ വീടിന്റെ ഫുൾ ലൈറ്റ്സും കാര്യങ്ങളും പ്ലംബിങ്ങും ഒക്കെ ചെയ്തത് ഫ്ലൈ ഓൺ ഇലക്ട്രോണിക്സ് ആണ്. അവരുടെ കീഴിലുള്ള വർക്കാണ് ഇത് ഫുള്ളും. നമ്മൾ UG കേബിള് ഇട്ടിട്ടാണ് ചെയ്തേക്കുന്നത്. അതായത് നോർമൽ നമ്മുടെ സർവീസ് ലൈൻ ഒക്കെ ഉള്ളിൽ മറ്റേ മണ്ണിന്റെ അടിയിൽ കൂടെ ഒക്കെ എടുത്തിട്ടൊക്കെ കറക്റ്റ് പ്രോപ്പറായിട്ട് പറഞ്ഞത് എനിക്ക് അറിയില്ല. അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് UG ടൈപ്പ് അങ്ങനെ ഒരു ഇതിലാണ് ചെയ്തേക്കുന്നത്. കേബിള് ആണ് ചെയ്തേക്കുന്നത്. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഈ ഓരോ ഇതിന്റെ മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഇതിലാണ് ചെയ്തേക്കുന്നത്. പിന്നീട് ഇപ്പൊ പുതിയ ഓരോ രീതിയിൽ നമുക്ക് വേറെ ഇപ്പം കുറച്ചും കൂടെ ഇതിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇത് ആദ്യം പോയി പിന്നെ ഇത് മാറ്റി ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ആ ഒരു ഫ്യൂച്ചറിലേക്ക് കണ്ടിട്ടാണ് ഇതിനുള്ള വയറിങ് സാധനങ്ങളൊക്കെ അവൻ ചെയ്തേക്കുന്നത്. ചെയ്തത് വേറെ ആരുമല്ല, ഞങ്ങളുടെ അനിയൻ തന്നെയാണ്. ഇവിടുത്തെ ആൾ തന്നെയാണ് ചെയ്തത്. അവനും അവന്റെ സ്റ്റാഫും കൂടെ കൂട്ടാണ് ചെയ്തത്. ഫ്ലൈ ഓൺ ഇലക്ട്രോണിക്സ് എന്നാണ് അവന്റെ ഇതിന്റെ പേര്. നമ്പർ തരാം, ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. 9745987060 ഇതാണ് കോൺടാക്ട് നമ്പർ. എൻ്റെ പേര് ആന്റണി. വീട്ടിലൊരു കൈവിക്കലാണ്. ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കുന്ന കുറെ വർഷങ്ങളായി. ഞങ്ങളിവിടെ മരുമണിയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. കുറച്ചും കൂടെ നന്നായിട്ട് നമ്മൾ സ്വന്തമായ വീഡിയോയിൽ ഒരു വീഡിയോ ചെയ്യണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. അതിനുള്ള അവസരം കിട്ടിയപ്പോൾ നമ്മളത് പ്രയോജനപ്പെടുത്തിയായിരുന്നു. ഏതായാലും അങ്ങനെ സാധ്യത നമുക്കിപ്പം ഒരു ഫലമണിഞ്ഞിരിക്കുന്ന സന്ദർഭമാണിപ്പോൾ. അതിനകത്ത് വേറെ സന്തോഷമുണ്ട്. ഈ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടേതായ ഐഡിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതുപോലെയുള്ള ഒരു റൂം സെറ്റ് ചെയ്ത് നല്ലൊരു നല്ലൊരു ഭംഗിയുള്ള ഒരു സൗകര്യങ്ങളോട് കൂടിയ ഒരു വീടെന്നുള്ള ആ ഒരു ആശയത്തിലാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മൾ പരിചയം സമീപിച്ച് കഴിഞ്ഞപ്പോൾ അവരുടേതായ ആശയങ്ങൾ പറഞ്ഞപ്പോൾ നമുക്ക് അതിന് ജയിക്കാതെ വന്നതുകൊണ്ട് നമ്മൾ സ്വയമായിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കി അതിന് നല്ല ഒരു എഞ്ചിനീയറുടെ സപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടി മലമ്പുഴയിലുള്ള ഒരു മാഷാണ് അദ്ദേഹം. ഞാൻ കൊടുത്ത പ്ലാൻ അനുസരിച്ച് അതിനെ ഒരു വാസ്തു രീതി പ്രകാരം ആ കണക്കുകൾ ശരിയാക്കി അത് കുറ്റിയടിച്ച് നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ അത് പ്ലാൻ ചെയ്ത് തന്ന അദ്ദേഹമാണ്. അപ്പൊ അതിനകത്ത് നല്ലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന അനുസരിച്ചുള്ള ഐഡിയ അനുസരിച്ചുള്ള പ്ലാൻ ചെയ്ത് തയ്യാറാക്കി തരാൻ കാണിച്ച അദ്ദേഹത്തിന് ഒരു വിശാല മനസ്സാണ്. അല്ലെങ്കിൽ സാധാരണ എല്ലാവരും പറയുന്നത് അവർ അവരുടേതായ ഐഡിയ വരും, അതനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്ന സിറ്റുവേഷനാണ് വരിക. അതിന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ ആ ശിവദാസ് മാഷിനെ സമീപിക്കാൻ കാരണം. അദ്ദേഹം മലമ്പുഴ ITയിൽ മാഷായിരുന്നു. അപ്പൊ അതിനകത്ത് ഇപ്പൊ റിട്ടയർമെന്റായി. അദ്ദേഹം ധാരാളം ജോലികൾ ഇങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പൊ അത് നമ്മൾ അറിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ സമീപിച്ചത്. അദ്ദേഹം വേണ്ട വിധത്തിൽ ചെയ്തു തന്ന് ആ വാസ്തു പ്രകാരമുള്ള കണക്കുകൾ ശരിയാക്കിയാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്ത പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം പോലും വേസ്റ്റ് ആവാതെ മാക്സിമം നമ്മൾ റൂമുകൾക്ക് വേണ്ടി ഹാളിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചതുകൊണ്ടാണ് ചെറിയ ഒരു 6 സ്ക്വയർ ഫീറ്റിൽ
ഇത്രയും വിശാലമായ ഒരു വീട് നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് സാധിച്ചത്. ഇതിന് ആർക്കിടെക്ട് ഇതിന്റെ മറ്റ് ഫൗണ്ടേഷൻ മുതൽ ഇന്ന് പ്ലാസ്റ്ററിംഗ് വർക്ക് വരെയുള്ള എല്ലാ ജോലികളും ചെയ്തു തന്നത് ഇവിടെ അടുത്ത് വേലിക്കാടുള്ള ഷരീഫ എന്നൊരു എഞ്ചിനീയറാണ്. അദ്ദേഹത്തിന് പ്രത്യേകം നമ്മൾ ഇതിന്റെ പൂർത്തീകരണത്തിന് പ്രത്യേകം അദ്ദേഹം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ നമ്മൾ നന്ദിയായി അദ്ദേഹത്തെ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഇന്റീരിയർ വർക്ക് ചെയ്യുന്ന രാജേഷാണ്, കല്ലുക്കോട് രാജേഷാണ്. അദ്ദേഹം നമ്മൾ പറഞ്ഞ രീതിയിൽ വളരെ ചെലവ് കുറഞ്ഞ രൂപത്തിൽ എന്നാൽ വളരെ മനോഹരമായിട്ട് അദ്ദേഹം അത് ഡിസൈൻ ചെയ്ത് നമുക്ക് ഇന്റീരിയർ വർക്ക് പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പോളിഷ് ചെയ്യുന്ന നമ്മുടെ ഡയറക്ടറാണ്. അത് അടുത്ത പണികൾ നമ്മുടെ ഏറ്റവും കൂടുതൽ ഇതിനകത്തൊരു ഹൈജീൻ എന്ന് പറയുന്നത് പ്രാദേശികമായുള്ള ആൾക്കാരെയാണ് നമ്മൾ ഈ വീട് പണിയിൽ കൂടുതലായിട്ട് സഹകരിപ്പിച്ചിട്ടുള്ളത്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ആൾക്കാർക്ക് ജോലി കിട്ടുക എന്നുള്ളതാണ് അതിനകത്തൊരു ലക്ഷ്യം. ഈ പെയിന്റിങ് വർക്ക് ചെയ്ത ആൾ ഇവിടെ അടുത്തുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം പ്രഭാകരൻ. അദ്ദേഹം ഇവിടെ നല്ല പോളിഷ് നല്ല എല്ലാ വിധത്തിലും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ ടീം വളരെ ഭംഗിയായിട്ട് ജോലികൾക്ക് കൃത്യസമയത്ത് തന്നെ നിർവഹിച്ചു വന്നു. അങ്ങനെ എല്ലാ വിധത്തിലും എല്ലാ ഇവരുടെ ആൾക്കാരുടെ ഒരു സഹകരണം ഇതിന് സപ്പോർട്ട് ഇതിനുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മതിലുമടി ചെയ്തൊക്കെ വേറെ ഓരോ ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഓരോ വർക്കുകൾ ചെയ്തെങ്കിലും ഒത്തിരി പേര് വളരെ സപ്പോർട്ടായിട്ട് ചെയ്തത് കൊണ്ടാണ് ഇത്ര വളരെ പെട്ടെന്ന് തന്നെയാണെങ്കിലും ഇത് മനോഹരമായിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചത്. അതിൽ പ്രത്യേകമായിട്ട് എല്ലാവരോടും ഈ അവസരത്തിൽ ഞാൻ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളിപ്പം 26-ാം തീയതിയാണ് ഇവിടെ ഇതിന്റെ പ്രോഗ്രാം ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞത്. അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടെ ഞങ്ങൾക്ക് പെയിന്റിങ് വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. ഇതിനകത്ത് കുറച്ച് ചെറിയ ചെറിയ രീതിയിലുള്ള വർക്കുകളൊക്കെ ഇനിയുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങളുടെ വീട് ഇങ്ങനെ നിങ്ങൾക്ക് ആർക്കും നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റിയത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഇനി പുതിയതായി വീട് വെക്കുന്നവർക്ക് ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ഉള്ള ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിക്കോട്ടെ എന്ന് വെച്ചാൽ ഞങ്ങളത് ഷെയർ ചെയ്തത്. അപ്പം മാക്സിമം ഈ വീഡിയോസ് എല്ലാവരും കാണുക, ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസ് ഇടുക. നിങ്ങൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾക്ക് കമൻസ് ഞങ്ങൾക്ക് ഇടാവുന്നതാണ്, സജഷൻസ് ഇടാവുന്നതാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഞങ്ങളുടെ വീട് ഇതിലൂടെ പബ്ലിഷ് ചെയ്യാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനൊരു അവസരം തന്നതിന് ഈ ചാനലിനോട് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു.